പോലീസ് ജീപ്പിൽ വെച്ച് സിയാദിനെ ക്രൂരമായി മർദ്ദനമേറ്റു എന്ന് പരാതിക്കാരി തന്നെ ഇന്നലെ വെളിപ്പെടുത്തിയാണ്. അതിനു പിന്നാലെയാണ് പോലീസിനെ കൂടുതൽ കുരുക്കിലാക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. രാത്രിയിൽ സ്റ്റേഷനിലെത്തുന്ന സ്ത്രീകളോട് കാട്ടേണ്ട മാന്യത സംബന്ധിച്ച് വിശദമായ സർക്കുലർ DGP പുറത്തിറക്കിയിട്ടുണ്ട്. സിയാദിനെതിരെ പരാതിയുമായി എത്തിയ 16-കാരിക്ക് അത്തരത്തിലുള്ള യാതൊരു മര്യാദയും കുണ്ട്ര പോലീസിൽ നിന്നും ലഭിച്ചില്ല. വനിതാ പോലീസ് ഇല്ലാതെ പോലീസ് ജീപ്പിൽ 16-കാരിയായ കുട്ടിയെ കയറ്റിക്കൊണ്ടുപോയാണ് പ്രതിയെ തിരഞ്ഞത്. ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു. വീട് അറിയത്തില്ലായിരുന്നു. അപ്പൊ വീട് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നതാണ്. ഞാനും ശ്രീജി സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ആരും ഇല്ലില്ല. അതേസമയം പോലീസിനെതിരെ ഗുരുതര ആരോപണമായി മരിച്ച സിയാദിന്റെ കുടുംബം രംഗത്തെത്തി. പോലീസ് തന്നെ ആളുമാറി മർദ്ദിച്ചതായി സിയാദ് ആശുപത്രി കിടക്കയിൽ വെച്ച് പറഞ്ഞുവെന്ന് മാതാപിതാക്കൾ വ്യക്തമാക്കി. അടിയുണ്ടോയെന്ന് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ പറഞ്ഞ് എല്ലാം ആള് മാറി അടിച്ചെന്നാ പറഞ്ഞു. ഈ സത്യാവസ്ഥയൊന്നും നമ്മുടെ അടുത്ത് പറയത്തില്ല. നിലവിൽ ആരോപണ വിധേയനായ SIക്കെതിരെ താനും പരാതി നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി PC വിശ്വനാഥ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. യാതൊരു കാരണവുമില്ലാതെ DCC ഭാരവാഹിയെ ആക്രമിച്ചയാളാണ് നിലവിൽ ആരോപണ വിധേയനായ SI അതുൽ. ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ ഉള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ളവരാണ്. അതെനിക്ക് മുമ്പ് നേരത്തെ അറിയാവുന്നതാണ്. അത് ശരിയായ അത്തരക്കാരൊന്നും ഒരു ക്രമസമാധാന ചുമതല ഉണ്ടാകാൻ പാടില്ല. പോലീസ് കസ്റ്റഡിയിലെടുത്ത് 38-ാം ദിവസമാണ് സിയാദ് മരിക്കുന്നത്. കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലായിരുന്ന സിയാദ് അതിനുശേഷം മാറാരോഗിയായി മാറി. കൊല്ലം റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിൽ കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആണ് കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. വിശദമായിട്ടുള്ള മൊഴികൾ DYSP രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രാഥമിക വിവരമനുസരിച്ച് മഞ്ഞപ്പിത്തം ബാധിച്ചാണ് സിയാദ് മരിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി ലഭിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ അവസാനം വരുമ്പോൾ മഞ്ഞപ്പിത്തമാണ് സിയാദിന്റെ മരണകാരണം എന്ന് എഴുതി ചേർക്കുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.